കേരള റൈറ്റേഴ്സ് ഫോറത്തിന്റെ മുൻ പ്രസിഡന്റും 50ഓളം പുസ്തകങ്ങളുടെ രചയിതാവുമായ ഡോക്ടർ സണ്ണി എഴുമറ്റൂരിന്റെ 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മവും പുസ്തകങ്ങളുടെ അവലോകനവും ഹ്യൂസ്റ്റൺ കേരള റൈറ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. സ്റ്റാഫോർഡിൽ വെച്ച് നടത്തപ്പെട്ട ചടങ്ങിൽ ഡോക്ടർ സണ്ണി എഴുമറ്റൂരിനെ ആദരിച്ചു. കൂടാതെ ചടങ്ങിൽ മുഖ്യ അതിഥിയായ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണനെയും സാഹിത്യ സല്ലാപം എന്ന ഓൺലൈൻ പങ്ക്തി നടത്തുന്ന ശ്രീ ജെയിൻ മുണ്ടക്കലിനും ഫൊക്കാന ഫോമ മുൻ പ്രസിഡന്റ് ശ്രീ ശശിധരൻ നായർ, ഡോക്ടർ മാത്യു വൈരമൺ എന്നിവരെയും ആദരിച്ചു. ചടങ്ങുകൾക്ക് ശ്രീ മാത്യു നെല്ലിക്കുന്ന്, ജോൺ മാത്യു, നിയുക്ത പ്രസിഡന്റ് ശ്രീ ചെറിയാൻ മടത്തിലേത്ത് എന്നിവർ നേതൃത്വം നൽകി. പുതിയ പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഞാൻ പരിചയപ്പെടുത്തുന്നു. പുതിയ പ്രസിഡന്റ് മിസ്റ്റർ ചെറിയ ഒരു വാക്ക് പറയുന്നത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും മാഗിന്റെ അല്ലെങ്കിൽ മലയാളി അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിനെ നമുക്ക് പ്രസിഡന്റായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിയാണ്. മോട്ടി ടിവിയുടെ ചീഫ് ബ്യൂറോ ആണ്. അങ്ങനെ രണ്ടുപേരും കഴിവുള്ളവരാണ്. ഈ റൈറ്റേഴ്സ് ഫോറത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ളവരെ കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നുണ്ട്. എല്ലാ സാഹിത്യകാരന്മാർക്കും ഈ സംഘടനയിൽ കൊണ്ടെടുക്കാനായിട്ട് സാധിക്കും. സാധാരണ പല സാഹിത്യ സംഘടനകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ആയിരിക്കും. എന്നാൽ ഇതിൽ ജാതി വർഗ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ്. വർഷങ്ങളോളം ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 30-ൽ പരം വർഷമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രധാനമായിട്ട് പങ്കുകൾ വഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരെ ഞാനെന്ന് റെക്കഗ്നൈസ് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാം, എങ്കിലും മിസ്റ്റർ മാത്യു നെല്ലിക്കുന്ന്, മിസ്റ്റർ ജോൺ മാത്യു എന്നിവർ വളരെയധികം ആ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കേരള റൈറ്റേഴ്സ് ഫോറം അന്ന് മുതലൊക്കെ ഞാനിതിനകത്തുണ്ട്. അതിങ്ങനെ വന്നു പോയി ഗസ്റ്റ് പോലെ പോകും. പക്ഷേ എല്ലാത്തിനും നിങ്ങളുടെ എൻ്റെ സപ്പോർട്ടുണ്ട്. ആരോ വരുന്നെന്റെ വീടിന്റെ മുറ്റത്തിലാരോ ചവിട്ടുന്ന ശബ്ദം. തോന്നലാണോ മരണദൂതനാണോ എന്റെ മൂത്ത മകന്റെ വരവാണോ? തോന്നലാണോ മരണദൂതനാണോ എന്റെ മൂത്ത മകന്റെ വരവാണോ? വയ്യ എഴുന്നേറ്റു നോക്കാൻ എനിക്കിന്നു വയ്യ പടികളിറങ്ങാൻ. വയ്യ എഴുന്നേറ്റു നോക്കാൻ എനിക്കിന്നു വയ്യ പടികളിറങ്ങാൻ. ഗാത്രത്തിലേതോ ഭയം പരക്കുന്നെന്റെ നേത്രം ഇരുണ്ടു മങ്ങുന്നു. ഗാത്രത്തിലേതോ ഭയം പരക്കുന്നെന്റെ നേത്രം ഇരുണ്ടു മങ്ങുന്നു. എത്ര നാളായി ഞാൻ നാലുകാലിന്മീതെ ചത്ത പോലായി കിടപ്പൂ. എത്ര നാളായി ഞാൻ മരണത്തിൻ മണിയൊച്ച എണ്ണുവാൻ കാതോർത്തിരിപ്പൂ. എത്ര നാളായി ഞാൻ ഡോക്ടർ ജെയിംസ് കെന്നഡി എഴുതിയൊരു പുസ്തകം വായിക്കുവാനായിട്ടിടയായി. അത് വായിച്ചപ്പോൾ അതിൻ്റെ ഹൃദയത്തിൽ തട്ടിയ ചില ചിന്തകൾ ഞാനതൊരു ലേഖനമാക്കി അത് പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്മസ്, the birth of truth that changed the world. The world is celebrating Christmas with all its pomp and cheer. Unfortunately, in the midst of these celebration-oriented Christmas, Christ can nowhere be found. I present this article before you with the desire and aim to make this Christmas gathering more meaningful and purposeful. ഡോക്ടർ സണ്ണി എഴുമറ്റൂർ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ ജോൺ മാത്യു അമേരിക്കയിലും ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്. 50-ൽ പരം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. ഈ പുസ്തകത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യൻസ് ആൻഡ് പൊളിറ്റിക്സ്. മാർസിസം ഇൻ അമേരിക്ക. ഞാൻ
അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, 4 കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറ അഭിമുഖീകരിക്കുന്നത്. ഒന്ന് വോക്ക്നെസ്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ട്രാൻസ്ജെൻഡറിസം, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റേസ് തിയറി, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയോ മാർക്സിസം. ഈ 4 കാര്യങ്ങൾ നമ്മളതിനെക്കുറിച്ച് വായിച്ചാൽ അനേക ദിവസങ്ങൾ വായിക്കത്തവണമുള്ള 4 കാര്യങ്ങളാണ് അതിലുള്ളത്. അദ്ദേഹം ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് മലയാളികളുടെ ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ, അതേമാതിരി പോലെ ചില വൈകല്യങ്ങൾ. മലയാളികൾ സർവജ്ഞപീഠം കയറിയവരാണെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. മലയാളികൾ ജനിക്കുന്നത് സർവജ്ഞപീഠത്തിൽ ഏറിക്കൊണ്ട് തന്നെയാണ്. അവർക്കെല്ലാം അറിയാം ജനിക്കുമ്പോഴും. ഞാൻ പറയുന്നത് ശരിയാണ്, അപ്പോൾ ഞാൻ പറയുന്നതിന് തിരുവാക്കി എതിർവായി ഇല്ല എന്നുള്ള രീതിയിലാണ് മൊത്തത്തിലുള്ള മലയാളികൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് അദ്ദേഹം Christian and politics, and Dr. Alexander Daniel about Marxism in America, and Mr. A.C. George, Malays for the Malayalis. So I usually say that knowing the correct history is very important, because correct history will unravel the mystery, because we have been taught from childhood the wrong history. People, according to their own ideology, they write history. For example, this book I have no time to explain. Sir C.P. Ramaswamy Iyer. I am the first Malayali who writes about few points about Sir C.P. Ramaswamy. First Malayali about him, and from childhood heard that Sir C.P. is a Hitler. So. ക്രിസ്ത്യൻസ് ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള പുസ്തകം ഡോക്ടർ അഡ്വക്കേറ്റ് മാത്യു വൈരമൺ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തു. അതിനുശേഷം മിസ്റ്റർ അലക്സാണ്ടർ ദാനിയൽ മാർക്സിസം ഇൻ അമേരിക്ക എന്ന പുസ്തകത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. അതിനുശേഷം മൂന്നാമത്തെ പുസ്തകം ദ മലൈസ് ഓഫ് ദ മലയാളി എന്നുള്ള ഇവിടുത്തെ പ്രമുഖ എഴുത്തുകാരനായ A.C. ജോർജ് അതിനെക്കുറിച്ച് പ്രഭാഷണം നടത്തി. അതുപോലെ തന്നെ അമേരിക്കൻ മലയാള സാഹിത്യ സല്ലാപത്തിൻ്റെ സംഘാടകനും സ്ഥാപകനുമായ ശ്രീമാൻ ജെയിൻ മുണ്ടയ്ക്കലിനെയും ഇന്ന് റൈറ്റേഴ്സ് ഫോറം ആദരിക്കുകയുണ്ടായി. വർഷത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ വൈരമണിന് പുരസ്കാരം കൊടുക്കുകയും പുതിയ 2024 പുതിയ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സെലക്ട് ചെയ്യുകയും ചെയ്തു. അതിൽ പ്രസിഡൻ്റായിട്ട് ചെറിയാൻ മഠത്തിലേത്തിനെയും സെക്രട്ടറിയായിട്ട് മിസ്റ്റർ മോത്തി മാത്യുവിനെയും സെലക്ട് ചെയ്തു.